ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അമ്മയുണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരമ്മയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരമ്മയുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഗൂഢമായിട്ട് ഒന്നും ചിന്തിച്ച് കൂട്ടിയൊന്നും എന്നോടൊന്ന് പറയല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. പിള്ളേരൊക്കെ ഉണ്ടായി ഒരു 13-14 വയസ്സ്, അതായത് ഒരു ടീനേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9th 10th ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ പുറകെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒന്നുകിൽ പഠിക്കുകയെന്നും പറഞ്ഞ് നടക്കും. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കാണാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി അന്വേഷിക്കും. ഇല്ല, എവിടെയാണെന്ന് അന്വേഷിക്കും, ഏത് നേരം വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ ചോദിക്കുന്നുണ്ട്, എന്തൊരു കാശ്, അമ്മയ്ക്ക് എന്താ വേണ്ട, അമ്മയ്ക്ക് എന്താ പ്രശ്നം, എന്തത് എന്നെ ഒരിക്കലും ഇങ്ങനെ വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ വേണ്ടേ ചോദിക്കുകയല്ലേ. എന്താ ഇപ്പോൾ പ്രശ്നം ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ഇച്ചിരൂടെ അങ്ങ് നീങ്ങി ഒരു 10-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കോളേജ് ലൈഫൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആകുമ്പോഴത്തേക്കും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോകണ്ടോ, എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ഏത് നേരം അങ്ങനെ വന്നോളൂ, എന്തിനിങ്ങനെ ഏത് നേരം അങ്ങനെ ശല്യം ചെയ്ത് എന്തിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോയത് വേറെ ആളുകളിൽ പോയി ചോദിച്ചേ. അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ടത് പോയേ അവർ ഭയങ്കര വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കും. അവിടെ വേറെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കുള്ളൂ. പക്ഷേ നമ്മൾ അവരെ പോയി ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ചോദിക്കുന്നതിനും പറയുന്നതിനും മുഴുവൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇറിറ്റേറ്റിംഗ് ആവുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അവിടെ നിന്നും പയ്യെ അങ്ങോട്ട് പോയി ഒരു 2 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഒരു 20-21 വയസ്സാകുമ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി. ഇല്ല, എന്നാൽ അപ്പൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല, ഈ അമ്മയുടെ അടുത്ത് ഇങ്ങനെ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി, വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ മതി, എന്തൊരു ശല്യമായത്, ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. പക്ഷേ ആദ്യം കഴിഞ്ഞ് ഒരു 10-25 വയസ്സൊക്കെ ഞങ്ങളുടെ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് ചെറിയൊരു ബോധം വരണത്. അപ്പം എന്താ പറയുക, ചിന്തിക്കും, അമ്മ പറഞ്ഞത് ശരിയായിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ഇടാകൂടത്തിലൊക്കെ ചെന്ന് ചാടുവാണെന്നുണ്ടെങ്കിൽ അപ്പം ചിന്തിച്ചു തുടങ്ങുന്ന സമയം ഇതാണ്, അന്ന് പറഞ്ഞത് ശരിയായിരുന്നു, യു ആർ റൈറ്റ് മോം. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നൊരു പ്രായമാണ് ഈ പറയുന്ന 25 വയസ്സ് 26 വയസ്സ്. അതായത് നമുക്കൊരു വിവാഹപ്രായം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത്. അപ്പം നമ്മൾ ചിന്തിച്ചു തുടങ്ങും എന്തായിരുന്നു അന്നങ്ങനെ. അപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നിൽക്കും, അന്ന് അമ്മ പറഞ്ഞത് എന്ത് ശരിയായിരുന്നു. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു പ്രായമാണ് ആ ഒരു പ്രായം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ടോ? ഇനി അതൊക്കെ കഴിഞ്ഞ് ഒരു 10-30 വയസ്സാകുമ്പോഴത്തേക്കും നമ്മളും ഒരു അമ്മയാവും അല്ലെങ്കിൽ ഒരച്ഛനാവും. ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന, അമ്മയുടെ അടുത്തുനിന്ന് പോവായിരുന്നു, ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണത്. ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അവിടം വരെ ഒന്ന് പോയാലോ. അത് ഈ പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റർബൻസ് ഒക്കെ കൂടുതൽ വരുമല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അവരെ രാത്രിയിൽ ഉറങ്ങാതിരിക്കുക, വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏജാണല്ലോ ഈ 10-30 വയസ്സുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങുന്ന ഒരു പ്രായവും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പറയും, അമ്മേൻ്റെ അടുത്തൊന്ന് പോയായിരുന്നെങ്കിൽ, അമ്മയെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ, ഇല്ലേ, ഒന്ന് കണ്ടാൽ മതി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായമാണ് ആ ഒരു സമയം. ഇനി അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്, ഒരു 50 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കും, അപ്പോഴത്തേക്കുമാണ് നമ്മൾ അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആവുന്നത്. അവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവർ വേണം എന്നൊക്കെ ഒരു ചിന്താഗതി തോന്നി തുടങ്ങുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന 50 വയസ്സ്. കാരണം വാർദ്ധക്യം എന്താണെന്നും അവരുടെ ആ ഏജിൻ്റെ ബുദ്ധിമുട്ടുകൾ, വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തി വലുതാക്കി ഒരു പരുവത്തിൽ എത്തിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അവരറിഞ്ഞു തുടങ്ങുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ചിന്തിക്കുന്നതാണ്, എനിക്ക് അവരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന ഒരു ചിന്ത വരും. ഇനി അതും കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന പ്രായമുണ്ടല്ലോ, ഒരു 70 വയസ്സ് 75 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് പരസഹായം വേണം എന്നൊരു തോന്നൽ വരുമ്പോൾ, മക്കളൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കാണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മളെ അങ്ങോട്ട് വയസ്സും പ്രായമൊക്കെ ആയില്ലേ അങ്ങോട്ട് മാറി നിന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തുന്ന ഒരു പ്രായമുണ്ടല്ലോ, ഒരു സമയമുണ്ടല്ലോ. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കും, എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നെ, എനിക്ക് എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് ചെയ്തു തന്നെ, അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ, അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ ഒന്നും പറയത്തില്ലായിരുന്നു. അന്നേരമാണ് അതൊക്കെ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോഴത്തേക്കും നമ്മൾ അമ്മൂമ്മയൊക്കെ ആയിട്ടുണ്ടാകും. പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് കറക്റ്റായിട്ട് വെളിപാട് കിട്ടുന്നത്.
അപ്പോഴത്തേക്കും ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മിക്കവാറും ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. ആ ഭാഗം ശൂന്യമായിട്ടുണ്ടാവും. അതുകൊണ്ട് കുഞ്ഞുമക്കളെ ചിന്തിക്കുക. അവരോരോ കാര്യങ്ങളും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു പ്രായമാണ്. ആരെയും ധിക്കരിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ ഇതൊന്നും നമ്മൾ വകവയ്ക്കത്തില്ല. അവർക്ക് ഒരു വില ഉണ്ടാവില്ല. വീട്ടിൽ ചോറും കറിയും വെച്ച് തരുന്ന ഒരു യന്ത്രം എന്ന ഒരു പരിഗണന മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളെ സഹിച്ചും ക്ഷമിച്ച് നിൽക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകും. അങ്ങനെ മറക്കാതെ അവരെ കെയർ ചെയ്ത് നിർത്തേണ്ട ഒരു സമയമാണത്. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നഷ്ടബോധം തോന്നുന്ന ഒരുപാട് സമയങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ജീവിതത്തിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു അമ്മയൊക്കെ അങ്ങ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ഭയങ്കര തിരക്ക് പിടിച്ച പണികളൊക്കെ. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ എന്താ പറയുക, ഓരോരോ നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട് അതങ്ങോട്ട് മാറ്റിവെക്കും. നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചുറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. നല്ലൊരു ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ മാറ്റിവെച്ചിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കും. നേരം വെളുത്ത് മൂവന്തി വരെ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, കുഞ്ഞിന് അത് കൊടുക്കണം, കുഞ്ഞിന് ഇത് കൊടുക്കണം, ഹസ്ബൻഡിന് അത് വേണ്ട, അവർക്ക് അത് കൊടുക്കണം, മാതാപിതാക്കൾക്ക് ഇത് കൊടുക്കണം. അങ്ങനെ ഓരോരോ ലെവലിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ഉച്ചയാകുമ്പോഴത്തേക്കും അടിച്ച് തൂത്ത് വാരി എല്ലാം റെഡിയാക്കിയിടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും ഈവനിങ് സ്നാക്സ് തന്നെ, രാത്രിയിലേക്കുള്ള കാര്യങ്ങൾ. ഇത് തന്നെ ഇങ്ങനെ റൊട്ടീൻ. രാത്രി 11:30-12 മണിയാകുമ്പോഴത്തേക്കും പോയി കിടക്കും. നേരം വിളിക്കുമ്പോൾ വീണ്ടും എഴുന്നേക്കും. ഇത് തന്നെ ശരണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാളം കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡിനെ സംബന്ധിച്ച് അവർ ജോലിയിലൊക്കെ ഉയർന്ന് നല്ലൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ അവരവരുടെ ഭാഗത്തങ്ങൾ വളർന്നങ്ങോട്ട് പോകും. മക്കൾ അവർ പഠിച്ച് നല്ല ഉദ്യോഗസ്ഥരൊക്കെ ആയി അവരും അവരുടെ വഴിക്ക് തിരിയും. അവസാനം വീണ്ടും അന്നും ഇന്നും എന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ആൾ എന്ന് പറയുന്നത് വീട്ടിലെ അമ്മമാരാണ്. അവരന്നേരമാണ് ചിന്തിക്കുന്നത്, ഞാൻ ഇത്ര നാളും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു, എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യായിരുന്നു, എന്തിനാ വീട്ടിൽ തന്നെ ഇരുന്നേ, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തു തരാനായിട്ട്. അതെല്ലാവരുടെ ഒരു കടമയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാവുന്ന ഒരു സമയം വരും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിൽ പോലും വളരെ തുച്ഛമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. അത് അവരോട് പറഞ്ഞ് ചെയ്യിക്കണം. ഒന്നിനും വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഒരു സമയത്തും ഇവരിൽ നിന്നൊന്നും തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. അത് ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരിൽ നിന്നും ഇതൊന്നും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അതുകൊണ്ട് ഉള്ള ജീവിതം ആരോഗ്യമുള്ള സമയത്ത്, പരസഹായം കൂടാതെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ആഗ്രഹങ്ങളൊക്കെ, നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വയ്ക്കുക. എന്താ പറയുക, അവനവൻ്റെ അംബീഷൻ അത് നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലേ, ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക, ലക്ഷ്യബോധമുണ്ടായിരിക്കുക, അത് നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പെട്ടുപോകും. എൻ്റെ അമ്മോ, ഒരു രക്ഷ ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ സഹായത്തിനോ ഒന്നും വരത്തില്ലെന്നേ. ഇനി അടുത്തത് നമ്മുടെ ചേട്ടന്മാരോടാണ് കേട്ടോ. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് 1-2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഭാവമൊക്കെ ഇങ്ങോട്ട് മാറും. എല്ലാവരുടെ അല്ല കേട്ടോ, ചിലരുടെ. ഇവർ ഏതാണ്ട് വലിയ രാജാവായി എന്നൊരു ചിന്ത വരും. അവരുടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ജോലിയൊക്കെ എടുക്കും, നല്ല സമ്പാദ്യങ്ങളൊക്കെ സമ്പാദിക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ കാര്യത്തിൽ ഒരു കുറവ് വരുത്തുന്നില്ല. ഡ്രസ്സിന് ഡ്രസ്സ്, ആഹാരത്തിന് ആഹാരം, എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നു. ഈ ഭാര്യ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകുന്ന കാര്യമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുന്ന കാര്യമോ, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യമോ, എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ ഒന്ന് പറഞ്ഞെന്ന് വെക്കുക. എൻ്റെ പൊന്നോ, തുടങ്ങിയില്ലേ. അവൾക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓടി നടന്ന് ചെയ്യുന്നില്ലേ? ഭക്ഷണത്തിന് ഭക്ഷണം, ആഹാരത്തിന് എന്താ പറയുക, വസ്ത്രത്തിന് വസ്ത്രം, ഇതെല്ലാം ഇവർക്ക് കൊടുക്കുന്നില്ലേ? അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ കുറവ് വരുത്തുന്നുണ്ടോ? ഞാൻ ഈ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന ഇവരാരും കാണുന്നില്ലേ? അത്യാഗ്രഹം എന്നല്ലാണ്ട് എന്തെന്നാ പറഞ്ഞത്? ഇവർക്കിതൊന്നും പോരാ ഇപ്പം, എന്നെ ഒന്നും പോരാ ഇപ്പം. ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കളയും ഇല്ലേ. ആദ്യത്തെ കുറച്ച് നാളത്തേക്കൊന്നും ഒരു കുഴപ്പമുണ്ടല്ലോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഇങ്ങനെയൊക്കെ ജീവിത പ്രാരാബ്ദം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുക. ഞാൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓടുവാണ് ഞാൻ, ഇതിനൊന്നും ഒരു വിലയില്ല. ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കളയും. പക്ഷേ ചേട്ടന്മാരെ, ഞാൻ കാര്യം പറയട്ടെ, അവർക്ക് വേണ്ടത് ഇതൊന്നുമല്ല.
ഈ പറയുന്ന കുറേ ആഹാര സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് ഐറ്റംസ് മേടിച്ചു കൊടുക്കുകയോ അങ്ങനെ ചെയ്യുകയോ അല്ലെങ്കിൽ കുറേ സ്വർണ്ണം വാരി മേടിച്ചു കൊടുക്കുകയോ ഇതൊന്നും ആയിരിക്കില്ല യഥാർത്ഥ സന്തോഷം എന്ന് ചിലപ്പോൾ പറയുന്നത്. അവർക്ക് ജസ്റ്റ് നിങ്ങളുടെ കൂടെ 10 മിനിറ്റ് ഇരിക്കാനായിട്ടുള്ളൊരു സമയം. ഇടയ്ക്കൊക്കെ ജസ്റ്റ് വെറുതെ റൂട്ടിൽ കൂടെ ആണെങ്കിലും ഇറങ്ങി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ, ഈവനിങ് ടൈമിലോ എപ്പോഴെങ്കിലും നൈറ്റിലോ എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നടന്നാൽ മതി എന്ന്. അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് ഇവരെയും കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് പോവാം. വലിയ പാരഗണിലോ അതല്ലെങ്കിൽ എന്താ പറയുക അബാദിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റാർ ഹോട്ടൽസിലോ ഒന്നും കയറണമെന്ന് പറയുന്നില്ല. ഒരു തട്ടുകടയിലെങ്കിലും പോയിട്ടൊരു കാലി ചായയോ അല്ലെങ്കിൽ ഒരു കൊത്തു പൊറോട്ടയോ വാങ്ങിച്ചു കൊടുക്കുക, ഒരു പരിപ്പുവട വാങ്ങിച്ചു കൊടുത്ത് നോക്കി എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം. അങ്ങനെ അവരുടെ സന്തോഷം എന്ത് എന്നുള്ളത് കണ്ടെത്തി നിങ്ങൾ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം അവർ ഒരു മെസ്സേജുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവരുടെ വിചാരം അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ സംഭവങ്ങൾക്കൊക്കെ ഇവർ കൊണ്ടുപോകും, വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കൊണ്ടുപോകുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഇവർ സാധിച്ചു തരുന്നില്ല. അവരുടെ വിചാരം അതിനകത്താണ് എൻ്റെ സ്നേഹം ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ സന്തോഷം ഇരിക്കുന്നത് എന്നാണ്. സത്യമല്ലേ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി ഇവർക്ക്, പക്ഷേ അത് ഒരു വലിയൊരു കാര്യമാക്കി എടുക്കും. അതുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. മറന്നു പോകണ്ട, അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കല്ലേ. ഓക്കെ, നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.